السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الصلاة والسلام عليك يا سيدي يا رسول الله. ഖുദ് ബിയദി ഖല്ലത ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് പറയേണ്ട വിഷയം പരലോകത്ത് 4 കാര്യത്തെക്കുറിച്ച് ഓരോ മനുഷ്യരോടും അള്ളാഹു ചോദിക്കും. ആ 4 കാര്യത്തിന് കൃത്യമായ മറുപടി കൊടുക്കാൻ ഓരോ മനുഷ്യരും ബാധ്യസ്ഥരാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസ് മഹാനായ അബൂ ബുർദ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. ഇത് ഇമാം തിർമുദി രേഖപ്പെടുത്തിയ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ. അന്ത്യനാളിൽ ഒരു അടിമയുടെ കാല് അല്ലാഹു തആല അനക്കാൻ സമ്മതിക്കൂല. ഹത്താ യുസ്അല അൻ അർബഈൻ, 4 കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നവരെ. 4 കാര്യത്തെക്കുറിച്ച് ചോദിക്കാൻ അല്ലാഹു തആല ആ ഒരു സമയത്ത് അല്ലാഹു തആല തയ്യാറാകും. 4 കാര്യത്തെക്കുറിച്ച് ചോദിക്കും. ഈ 4 കാര്യത്തെക്കുറിച്ച് കൃത്യവും വ്യക്തവുമായ മറുപടി പറയാൻ നമുക്ക് ബാധ്യതയുണ്ട്. 1, അൻ ഉംരിഹി ഫീമ അഫ്ന, അവൻ്റെ വയസ്സിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ഫീമ അഫ്ന, എന്തിലാണ് അവൻ്റെ വയസ്സ് അവൻ നശിപ്പിച്ചത്, ഉപയോഗപ്പെടുത്തിയത്, എന്തൊക്കെയാണ് അവൻ പ്രവർത്തിച്ചത്, അത് കൃത്യമായി പറയേണ്ടി വരും. 2, വഅൻ ഇൽമിഹി മാ അമില ബിഹി, അവൻ്റെ അറിവിനെക്കുറിച്ച് ചോദിക്കപ്പെടും. അറിവുണ്ടായിരുന്നല്ലോ, ആ അറിവനുസരിച്ച് എന്തു പ്രവർത്തിച്ചു എന്ന് അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരും. 3, വഅൻ മാലിഹി മിൻ ഐനക്തസബഹു വഫീമ അംഫഖു, അവൻ്റെ മുതലിനെ കുറിച്ചാണ് 3ാമത്തെ ചോദ്യം. ആ മുതൽ എന്തിൽ നിന്ന് സമ്പാദിച്ചു, അത് എവിടെ ചെലവഴിച്ചു, എവിടെ നിന്നാണ് മുതൽ കിട്ടിയത് എന്നും എവിടെയാണ് ആ മുതൽ ചെലവാക്കിയത് എന്നും അള്ളാഹു ചോദിക്കും. വളരെ ഗൗരവമായൊരു കാര്യമാണ്. 4, വഅൻ ജസദിഹി ഫീമ അബുല, അവൻ്റെ ആരോഗ്യം, അവനിക്ക് ശരീരം കൊടുത്തിരുന്നു അല്ലാഹു, ആരോഗ്യം. ആ ആരോഗ്യം എന്തിലാണ് അവൻ ഉപയോഗപ്പെടുത്തിയത്, എന്തിനാണ് അവൻ്റെ ആരോഗ്യം അവൻ ദ്രവിപ്പിച്ചത്, അല്ലാഹു ചോദിക്കുവാനും. വളരെ ഗൗരവമായിട്ട് മനുഷ്യൻ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ദുനിയാവിലെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ് എന്ന് മാത്രമല്ല, അതൊക്കെയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ചെലവഴിക്കേണ്ടതാണ് എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമുക്ക് എത്താൻ ഏറെ സഹായകമാകുന്ന ഒരു ഹദീസാണിത്. നമ്മളെ ചിന്തിപ്പിക്കാനുള്ള ഹദീസാണ്. നമ്മൾ ഓരോരുത്തരുമാണ് പറയേണ്ടത്. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യാം. അള്ളാഹു ആയുസ് അള്ളാഹിൻ്റെ പൊരുത്തത്തിൽ ചെലവഴിക്കാനുള്ള തൗഫീക്ക് നമുക്കൊക്കെ അള്ളാഹു നൽകട്ടെ. ആമീൻ.
സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.